ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ, സീനിയർ മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, താങ്കളാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രസൻസ് എന്ന്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്യുന്നതല്ല, നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പം ഇതിലൊന്നും ഞാൻ വീഴില്ല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണത്. എനിക്ക് അതിൽ തർക്കമില്ല. ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. തർക്കമില്ലല്ലോ. അപ്പോൾ ഞാൻ തർക്കിക്കാനും വഴക്കിടാനും ഇല്ല. കാരണം പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട് ഈ തെരഞ്ഞെടുപ്പ്. അത് LDFന്റെ ചങ്ക് തുളച്ചു പോകുന്ന പൊളിറ്റിക്കൽ നറേറ്റീവ്സ് ഉണ്ട്. ആ സബ്ജക്റ്റിൽ നിന്ന് ഒരാളും വഴിതെറ്റിച്ച് കൊണ്ടുവന്ന് നോക്കണ്ട. ആ സബ്ജക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ആയിരുന്നു ഇലക്ഷനിലെ അജണ്ട, പൊളിറ്റിക്കൽ അജണ്ട. ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന വിഷയങ്ങളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ പൊളിറ്റിക്കൽ അജണ്ട. അതായിരിക്കും ജനങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് വഴിമാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ തോണ്ടല്, പിച്ചല്, വലിക്കല്, തോട്ടിയിട്ട് വലിക്കല്. അതിലൊന്നും ഞങ്ങൾ വീഴില്ല.